കേരളം ഒന്നടങ്കം വിറങ്ങലിച്ചു നിന്ന വാർത്തയായിരുന്നു വാൽപ്പാറയിൽ നടന്ന ആ ദാരുണമായ വാഹനാപകടം. വിനോദയാത്രയ്ക്കായി പോയ ഒരു സംഘം അധ്യാപകർ സഞ്ചരിച്ച ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടം നിമിഷങ്ങൾക്കുള്ളിൽ വലിയൊരു ദുരന്തമായി മാറിയത്. ആ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെറുമൊരു വാഹനാപകടം എന്നതിലുപരി ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് അവിടെ തകർന്നു വീണത്. വാൽപ്പാറയിലെ ദുർഘടമായ പാതകളും വളവുകളും എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എന്നാൽ ഈ അപകടത്തിൽ സംഭവിച്ചത് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ആ ട്രാവലർ ഒരു വാഹനമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നു പോയിരുന്നു. മൃതദേഹങ്ങളും പരിക്കേറ്റവരും ചിതറിക്കിടക്കുന്ന ആ ദൃശ്യം കണ്ടു നിന്നവരുടെ ഉള്ളുലയ്ക്കുന്ന ഒന്നായിരുന്നു. ഓരോ വിനോദയാത്രയും മനോഹരമായ ഓർമ്മകൾക്ക് വേണ്ടിയുള്ളതാണെന്നിരിക്കെ ആ യാത്ര ഇങ്ങനെ അവസാനിച്ചത് നാടിനെയാകെ കണ്ണീരിലായിത്തീരിക്കുകയാണ്. ഈ അപകടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് വെറും വ്യക്തികളെയല്ല, മറിച്ച് സമൂഹത്തിന് വെളിച്ചം പകരേണ്ടിരുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ കൂടിയാണ്. വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും അവർക്ക് അറിവ് പകർന്നു നൽകുകയും ചെയ്തിരുന്ന ആ അധ്യാപകരുടെ വേർപാട് നികത്താനാകാത്ത ഒന്ന് തന്നെയാണ്. ഒരു വിനോദയാത്രയിൽ പോലും കുട്ടികളുടെ സുരക്ഷയ്ക്കും സന്തോഷത്തിനും മുൻഗണന നൽകിയിരിക്കുന്നവരായിരുന്നു അവർ. തങ്ങളുടെ അവസാന നിമിഷം വരെ അവർ വിദ്യാർത്ഥികൾക്ക് തണലായി ഉണ്ടായിരുന്നു എന്നത് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിങ്ങുകയാണ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ചർച്ച ചെയ്യുന്ന ഒന്നാണ് റോഡ് സുരക്ഷ. പ്രത്യേകിച്ച് ചുരങ്ങളും കൊക്കകളുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഡ്രൈവർമാർക്ക് വേണ്ടത്ര വിശ്രമം ലഭിക്കുന്നുണ്ടോ എന്നും വാഹനത്തിൻ്റെ അവസ്ഥ കൃത്യമാണോ എന്നും നാം ഉറപ്പുവരുത്തണം. ഒരു ചെറിയ അശ്രദ്ധയ്ക്ക് പോലും എത്ര വലിയ വില നൽകേണ്ടി വരുമെന്നതിൻ്റെ തെളിവാണ് ഈ ദുരന്തം. രാത്രികാല യാത്രകളിലും പരിചയമില്ലാത്ത റോഡുകളിലും കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അപകടം നമുക്ക് മുന്നിൽ നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. ഓരോ യാത്രയും സുരക്ഷിതമായിരിക്കാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കണം. ആ പാവം അധ്യാപകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിൻ്റെ നട്ടെല്ലാണ് അധ്യാപകർ. വെറും പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിതത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വഴികാട്ടികളാണവർ. ഒരു നല്ല അധ്യാപകൻ കേവലം അറിവ് പകരുകയല്ല, മറിച്ച് ഓരോ വിദ്യാർത്ഥിയിലും ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെ കണ്ടെത്തി അതിനെ ജ്വലിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒരു കുട്ടി നല്ല പൗരനായി വളരുന്നതിൽ മാതാപിതാക്കളോളം തന്നെ പങ്കുവഹിക്കുന്നവരാണവർ. അധ്യാപകർ അച്ചടക്കം, സത്യസന്ധത, സഹാനുഭൂതി തുടങ്ങിയ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തുന്നത് അവരാണ്. വിവേചനങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ സമൂഹത്തെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലൂടെ മാറ്റിയെടുക്കാൻ അധ്യാപകർ എന്നും മുൻപന്തിയിലുണ്ട്. ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിലൂടെ അവർ നാളെയുടെ ചരിത്രം നിർമ്മിക്കുന്നു. ജീവിതത്തിൽ തളർന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് പലപ്പോഴും അധ്യാപകരുടെ ഒരു വാക്കോ പ്രോത്സാഹനമോ ആയിരിക്കും. തങ്ങളുടെ സുഖസൗകര്യങ്ങളെക്കാൾ ഉപരിയായി തങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച നിരവധി അധ്യാപകർ നമുക്ക് ചുറ്റുമുണ്ട്. സമയപരിധികളില്ലാതെ അവർ നടത്തുന്ന സേവനം ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വളർച്ചയ്ക്കും കാരണമാകുന്നു. ഈ ദാരുണമായ അപകടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് വെറും വ്യക്തികളെയല്ല, മറിച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ പ്രാപ്തിയുള്ള പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെയാണ്. അവരുടെ വിയോഗം വിദ്യാഭ്യാസ ലോകത്തിനും സമൂഹത്തിനും വലിയൊരു തീരാ നഷ്ടം തന്നെയാണ്.